സുമയ ഈ പറമ്പ് വൃത്തിയാക്ക്. ഇതിന്റെ ആള് വന്നു കഴിഞ്ഞാല് ഭർത്താവ് വേറെ പറയും വൃത്തിയാക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഇങ്ങോട്ട് വായോ, അവിടെ പിന്നെ വൃത്തിയാക്ക. ഇങ്ങോട്ട് പോരാ. ഞാന് വണ്ടികൾ വരുന്ന കാരണമാണ് അവിടെ വൃത്തിയാക്കിയത്. അതൊക്കെ അവിടെ കിടന്നോട്ടെ. ആദ്യം ഈ പറമ്പ് വൃത്തിയാക്ക്, എന്നിട്ട് അങ്ങോട്ട് പോയാ മതി. ലൈല എവിടെയാ? കാണാനില്ലല്ലോ ലൈലാനെ. ഞാനിവിടെ ഉണ്ട്. വേഗം അങ്ങോട്ട് പോരാ. ആ പെണ്ണിപ്പ വരും. അതിന്റെ തൊള്ളയിൽ കിടക്കണ കേൾക്കാൻ നിക്കണ്ട. അവളെ വിചാരം എന്താ? ഈ കത്തിയോണ്ടേ ഒന്ന് കുത്താനൊക്കെ തോന്നണത്. അവളെ വായ നാവും എന്താ അതിന്റെ നാവ് ജാതി. ഹേയ്, അതിന് അത് ഇവിടുത്തുകാരത്തിയല്ല, കണ്ണൂരുകാരത്തിയാ. അപ്പൊ നാവൊക്കെ ഉണ്ടാവും അതിന്. മഴയാണ് സുമയ്യ, കേറിക്ക വായോ. മഴ പോയിട്ട് കേറാം. പനി പിടിച്ചു കഴിഞ്ഞാലേ നിപ്പിയും കുപ്പിയൊക്കെ ഉള്ളതാ, കിടക്കാൻ വയ്യ. നിഷാത്ത സീരിയല് കണ്ടെന്ന്? ഞാൻ കണ്ടിട്ടില്ല മോളെ. സീരിയല് എന്താണ് കനൽപ്പൂവില് ആ മൂത്ത ചക്കന്റെ ജാതി സ്വഭാവം. ഇന്നലെ പച്ചക്കറി മേടിക്കാൻ അതിന് പറഞ്ഞയച്ച് 500 റുപ്യ കൊടുത്തിട്ടുണ്ട്. ഭാഗ്യം 10 പൈസ ഇല്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട് പൈസ പച്ചക്കറി വാങ്ങിട്ട് എന്താ കിട്ടിയില്ല മോളെ കാണാന്. വീട്ടിൽ വന്നു കഴിഞ്ഞാല് ചോറ് വെക്കണം, കൂട്ടാൻ വെക്കണം, വീട്ടിലെ പണികൾ തന്നെ. ഇവിടെ പിന്നെ സീരിയല് കാണോ നമ്മള്. ഷാജിക്ക പണി കഴിഞ്ഞ് വരുമ്പത്തിന് 10 മണി. ഇപ്പൊ വരും. എന്തിനാ കേറിന്ന്? മഴ ഒക്കെ പോവില്ലേ? കേറുന്ന എന്തിനാ ഇപ്പൊ വരും സാധനം. പറഞ്ഞ അപ്പുറത്തെ വീട്ടിലത്തെ ചക്കനെ പെണ്ണീനെ കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങളെ ബാക്കിൽ ഉണ്ടായിട്ട് നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? ആ, ഇപ്പൊ ആദ്യം പെണ്ണുങ്ങളാണ് ഒളിച്ചോടി പോവുക, ഇപ്പൊ ആണുങ്ങളാ ഒളിച്ചോടി പോണത്. ഇപ്പൊ അങ്ങനെ ആയ കാലം മാറി നിഷാത്ത. നല്ല രസമായിരുന്നു അന്നത്തെ തൊഴിലുറപ്പ്. ഇന്നെന്താണ്? ഒരാളെ കുഴി വേണം, അതിന് വാഴ വെക്കണം, ഓരോ വീടിന്റെ മേക്ക് വൃത്തിയാക്കണം. പണ്ടത്തെ തന്നെയായിരുന്നു. അതിന് വീട്ടുകാർക്കാണ് ഇപ്പൊ ലാഭം. റോട്ടിലൊക്കെ കാടും പിടിച്ച് കിടന്നിട്ട് എന്താ ഉള്ള ഫലം? പഞ്ചായത്താരൊന്നും പിന്നെ അതിനെ പറ്റിയ ഒരു ഇതുമില്ല. പഞ്ചായത്താർ ഇത് വീട് നന്നാക്കണം, വീടിന്റെ പറമ്പ് പരിസരം നന്നാക്കണം. ഇതാണ് ഇപ്പൊ ഉള്ള ഇപ്പത്തെ തൊഴിലുറപ്പ്. ഇവളിപ്പോ വരും സീരിയസ്. അമീറപ്പ വരും. എന്താ അവളെ പാവം വട്ടം കാര്യം. ആകെ 9 പഠിച്ചിട്ടുള്ളൂ. വിചാരം അവളെ വിചാരം എന്താ വിചാരിക്കാൻ. നമ്മളൊക്കെ ഒരു വില ഇല്ലാത്ത നമ്മളൊക്കെ അവളെ മൂത്തതല്ലേ, അതൊരു വില ഇല്ലാക്കും. ജോലി കിട്ടിയിട്ടാ. ഒരു വലിയ ജോലി കിട്ടാണെങ്കിൽ താഴത്തെ നിലത്ത് നിൽക്കൂലോ. അത് ചെയ്തില്ലേ? ഇത് ചെയ്ത് 100 ആഴ്ചയാണ്. ഇനി അരമണിക്കൂറുണ്ടല്ലോ ചെലവാക്കോ? മഴ ഇവിടെ ഇപ്പൊ ആരെങ്കിലും വന്ന് കണ്ടുകഴിഞ്ഞാൽ എന്നല്ലേ പറയാ? നിങ്ങൾക്ക് അങ്ങനത്തെ ബോധമൊന്നും നിങ്ങൾക്കില്ല. പനി പിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? കുറച്ചും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരുന്നോ? ഞങ്ങൾ പൂവന്നെ മഴ തോരാൻ വേണ്ടി കാട്ടുന്നു. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എണ്ണ മെക്കിട്ട് കയറാൻ വേണ്ടിയാ എല്ലാരും എന്നെ ചീത്ത പറയാ. ഒരു മാസം അവസാനം പൈസ വാങ്ങുമ്പോ എന്റെ പൈസ ഇട്ടാത്ത എന്റെ പൈസ ബാങ്കിൽ വന്നോന്നൊക്കെ ചോദിക്കാനുള്ള നാവൊക്കെ ഉണ്ടല്ലോ. നാളെ പഞ്ചായത്തിൽ വരുന്ന സമയത്ത് ആ റോഡ് പണി കഴിഞ്ഞിട്ട് 4 ദിവസമായി. നാളെ പ്രസിഡന്റ് വരുന്ന സമയത്ത് അത് മൊത്തം വൃത്തിയാക്കില്ലെങ്കിൽ എന്നോടൊന്നും പറയണ്ട, ഞാൻ നിങ്ങളെ പറയുള്ളൂ. പെണ്ണിന്റെ പോലെ ഇതുകൊണ്ട് കിടക്കണം സാധനത്തിന്.